നമസ്കാരം, മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം. ഈ വാരം നമുക്ക് മാത്തൂരിൽ നിന്നുമാണ് എഴുത്ത് വന്നിരിക്കുന്നത്. എൻ്റെ മകൻ വിവേകിൻ്റെ പഠന വിഷയം അറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ എഴുത്ത് അയക്കുന്നത്. വിദ്യാപരമായുള്ള തടസ്സങ്ങൾ കുട്ടിക്ക് വരുന്നുണ്ട്. ജാതകപ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടോ, പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നാണ് എഴുതി ചോദിച്ചിരിക്കുന്നത്. 2008 ഫെബ്രുവരി മാസം 16 ശനിയാഴ്ച രാത്രി 10:15 ജനിച്ചിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രം 1-ാം പാദത്തിലാണ് ജനനം. ഇപ്പോൾ 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സാകും ജാതകപ്രകാരം. 16 വയസ്സ് തികയുകയാണ്. ജാതകത്തിൽ നല്ല ഗുണകരമായിട്ടുള്ള യോഗമുള്ള ജാതകമാണ് വിവേകിൻ്റെ ജാതകം. ജാതകപ്രകാരം ഗജകേസരി യോഗം, ഹംസമഹായോഗം, ശശിമംഗള യോഗം തുടങ്ങിയിട്ടുള്ള അനേകം ഭാഗ്യഗുണങ്ങളുള്ള ജാതകമായിട്ടാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. കേസരി യോഗി ജാതോ ധനവാൻ സുകുലാധിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസേഷു ജീവിതം വിദ്യ എന്നാണ്. ഗജകേസരി യോഗത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ധനവാനായി തീരുമെന്നും സ്വന്തം കുലത്തിൽ വെച്ച് തന്നെ ഉന്നതമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരുമെന്നും മഹാപ്രാജ്ഞ എന്നാണ്. നല്ല വിദ്യായോഗം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിദ്യാപരമായിരിക്കുന്ന കഴിവുള്ള ജാതകമായിട്ട് തന്നെയാണ് പ്രധാനമായിട്ടും സൂചിപ്പിച്ചിരിക്കുന്നത്. ജാതകപ്രകാരം ഇപ്പോൾ നടക്കുന്ന സമയം 17 വയസ്സും 7 മാസം 18 ദിവസം വരെയുള്ളായിരിക്കുന്ന കാലഘട്ടം ജാതകവശാൽ രാഹുർദശയാണ്. ആദ്യത്തെ ദശയായിരിക്കുന്ന രാഹു ലഗ്നാൽ 6-ാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത്. അതൊരല്പം പ്രയാസമുള്ള സമയമാണ്. ആരോഗ്യപരമായിരിക്കുന്ന വിഷയത്തിലും അതുപോലെ തന്നെ വിദ്യാപരമായിരിക്കുന്ന കാര്യത്തിലും അനേകം തടസ്സങ്ങളെ സൃഷ്ടിക്കുന്നൊരു സമയമായിട്ട് തന്നെയാണ് പൊതുവെ പറയുന്നത്. ഇനി 1.5 വർഷം കൂടി ജാതകത്തിൽ രാഹുദശ കാലഘട്ടം പറയുന്നുണ്ട്. അപ്പോൾ രാഹുവിനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയുള്ളായിരിക്കുന്ന പരിഹാരങ്ങളാണ് ഈ സമയത്തിൽ അനുഷ്ഠിക്കേണ്ടത്. പ്രത്യേകമായിട്ട് സർപ്പക്ഷേത്രത്തിൽ 100 പാലും വഴിപാട് ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ളൊരു പരിഹാര മാർഗ്ഗമാണ്. 17 വയസ്സിന് ശേഷം ജാതകത്തിൽ പിന്നീട് 16 വർഷത്തോളം വ്യാഴദശാകാലമാണ് ജാതകത്തിൽ പറയുന്നത്. 33 വയസ്സ് വരെയുള്ളായിരിക്കുന്ന സമയകാലഘട്ടം വ്യാഴദശയാണ്. ഗജകേസരി യോഗപ്രദായ അതുപോലെ തന്നെ ഹംസമഹായോഗപ്രദനായിട്ടുള്ള വ്യാഴത്തിൻ്റെതായിരിക്കുന്ന ദശാകാലത്തിൽ അനേക തരത്തിലായിരിക്കുന്ന ഭാഗ്യഗുണങ്ങൾ വരും എന്നാണ് പറയാം. വിദ്യാപരമായിട്ട് നല്ല രീതിയിൽ ഉയർച്ച ആ സമയത്തിൽ വരും. അർത്ഥധർമ്മ സുഖഭാങ് നൃപപൂജ്യ ശ്ലേഷ്മളോ ഗുരുസുരദുജഭക്ത സുസ്വര പ്രതികീർത്തിരുദാരോ ഹംസജ സുരുചിരസ്ഥിരജീവി എന്നാണ്. ഈ സമയത്തിൽ ദേവബ്രാഹ്മണാദികളിലെല്ലാം തന്നെ ഭക്തിയും അതുപോലെ തന്നെ എല്ലാ തരത്തിലായിരിക്കുന്ന ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ധനം സമ്പാദിക്കാൻ കഴിയുക, വിദ്യാപരമായിരിക്കുന്ന പുരോഗതി കൈവരിക്കാൻ കഴിയുക, അങ്ങനെ അനേക തരത്തിലായിരിക്കുന്ന ഗുണങ്ങൾ വ്യാഴദശാകാലത്തിൽ സാധ്യമാകും. എങ്കിലും ഇപ്പോഴുള്ളതായിരിക്കുന്ന വിദ്യാതടസ്സം മാറ്റുവാൻ വേണ്ടിയിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ സാരസ്വത പുഷ്പാഞ്ജലി വഴിപാട് ചെയ്യിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ സാരസ്വത അരിഷ്ടം മേടിച്ച് ദേവീക്ഷേത്രത്തിൽ പൂജിച്ച് മേടിച്ചതിന് ശേഷം 21 ദിവസത്തോളം പഥ്യം പാലിച്ചുകൊണ്ട് അതിരാവിലെ 1 ടീസ്പൂൺ വെച്ച് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. ലഗ്നം കന്നിലഗ്നമാണ്. ലഗ്നാധിപതിയായിരിക്കുന്ന ബുധനെ ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും വിദ്യാകാരകനായിരിക്കുന്ന ബുധനെ ഒന്നുകൂടി ബലപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വിദ്യാരാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. ഈ പറഞ്ഞ ദേഹരക്ഷ ധരിക്കുന്നതും ക്ഷേത്രത്തിലുള്ളതായിരിക്കുന്ന പ്രതിവിധികളും സർപ്പത്തിൻ്റെ അമ്പലത്തിൽ നടത്തുന്നതായിരിക്കുന്ന 100 പാലും വഴിപാടുകളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ രാഹുദശയുടെ ദോഷകഠിനത ഒരു പരിധിവരെ കുറയുന്നതാണ്. 17 വയസ്സിന് ശേഷം ജീവിതത്തിൽ നല്ല രീതിയിലുള്ളതായിരിക്കുന്ന മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും ആവശ്യങ്ങൾക്കും നേരിൽ ബന്ധപ്പെടേണ്ട വിലാസം KP ശ്രീവാസ്തവ്, പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം, ആലത്തൂർ. ഫോൺ നമ്പർ 9447320192. ഈ ആഴ്ചയിലെ ജ്യോതിഷവിധി ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.